നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൽ കോമൺ ആയി കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് ഇല മഞ്ഞളിച്ച് പോവുക എന്നുള്ളത്. അതല്ലെങ്കിൽ അതിൻ്റെ ലീഫ് ഒരു യെല്ലോ കളറിലേക്ക് വന്ന് അത് നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനുള്ള കാരണങ്ങൾ പലതാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലാക്കി വേണം അതിനൊരു റെമഡി ചെയ്യാൻ. എന്നാൽ മാത്രമേ നമുക്ക് ആ പ്ലാന്റ് സേവ് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. ചില സാഹചര്യങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലാന്റിൻ്റെ ടോപ്പ് ലീഫ് തൊട്ടിട്ട് ഇതുപോലെ മഞ്ഞളിച്ച് വന്ന് തുടങ്ങും. അപ്പോൾ ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അണ്ടർ വാട്ടറിങ്, വെള്ളം തീരെ കുറഞ്ഞു പോയതുകൊണ്ടാണ്. അതല്ലെങ്കിൽ പെസ്റ്റ്, അതായത് സ്പൈഡർ മൈറ്റ്സ് അല്ലെങ്കിൽ മീലി ബഗ്സ് പോലുള്ള പെസ്റ്റുകളുടെ അറ്റാക്ക് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള സാഹചര്യം ഉണ്ടാകും. ഇനി അടുത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് പ്ലാന്റിന്റെ ലീഫ് താഴെ മുതൽ മഞ്ഞളിച്ച് പോകുന്നതാണ്. ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഓവർ വാട്ടറിങ് ആണ്. അതല്ലെങ്കിൽ റൂട്ടിന് വല്ല ഡീക്കയോ അല്ലെങ്കിൽ റൂട്ട് റോട്ടനോ അല്ലെങ്കിൽ ബ്രാഞ്ചസിനോ വല്ല ഡീക്കയോ ഒക്കെ ഉണ്ടെങ്കിൽ പ്ലാന്റ് ഈ ലക്ഷണങ്ങൾ കാണിച്ചു. ഇനി അടുത്തത് വിന്റർ സീസൺ, അതായത് തണുപ്പ് കാലത്ത്. ഈ തണുപ്പ് കാലത്ത് പൊതുവെ പ്ലാന്റിന്റെ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ പ്ലാന്റിന്റെ ലീവ്സ് എല്ലാം ഇതുപോലെ മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാം. ഇതെന്ന് പറയുന്നത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതിനൊരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ്. ഇനി മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ പ്ലീസ് കീപ് വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ആൻഡ് സേഫ് ഗാർഡനിങ് വിഷ് ചെയ്യുന്നു. ഓക്കെ, ബൈ.